നമസ്കാരം. ശബരിമലയിലെ പാളി, ശബരിമല മൊത്തം പാളി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പ് പാളിയായി? എന്താ സ്വാമി അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തെ? സ്വാമി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അല്ലേ? അതുകൊണ്ടൊന്നും അല്ല സുഹൃത്തെ, അതുകൊണ്ടൊന്നും അല്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഴയ കഥ പറയണം. ഇതിനു മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനിച്ചത് മുതൽ മരിച്ചവരെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിച്ച ഒരാൾ അവിടെ നിന്ന് ഇപ്പോൾ പാളിയല്ലേ കൊണ്ടുപോയുള്ളൂ, അദ്ദേഹം വിഗ്രഹം തന്നെ കടത്തി. ആ കഥ നിങ്ങൾക്കറിയാമോ? നമസ്കാരം. ആ വിഗ്രഹം കടത്തിയ കള്ളൻ്റെ പേരെന്താണെന്നറിയോ? കണിയാപുരം രാമചന്ദ്രൻ. കള്ളനാ, കമ്മ്യൂണിസ്റ്റ് കള്ളൻ. വിഗ്രഹം കടത്തിക്കൊണ്ടുപോയി എന്നേ, വിഗ്രഹം കടത്തിക്കൊണ്ടുപോയി. അവിടെ തലമൂത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, തോപ്പിൽ ബാസി അവർകൾ. അങ്ങനെ അതിന് കൂട്ടുനിന്നു. തോപ്പിൽ ബാസി അതിന് കൂട്ടുനിന്നു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാ? 40-40 വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് ആൾക്കാർ കൂടി മുഖം മൂടിയൊക്കെയും വെച്ച് ശബരിമല ക്ഷേത്ര പരിസരത്തെത്തി. രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ് 12 മണിയും കഴിഞ്ഞ് പാതിരാത്രിയായപ്പോൾ, അല്ല പാതിരാത്രി കഴിഞ്ഞ് അർദ്ധരാത്രിയായപ്പോൾ, ഇത് രണ്ടൊന്നല്ലേ, എന്തേലും ആവട്ടെ, അവിടെ കയറി അവർ കള്ളത്താക്കോലിട്ട് തുറന്നു. എന്നിട്ട് ആ വിഗ്രഹം അവർ അടിച്ചു മാറ്റി. വിഗ്രഹം ഒരു ചാക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. എന്നിട്ട് അവർ കാട് വഴിക്ക്, പുൽമേട് വഴിക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇതും തലയിലെ എന്തിയിട്ട് 3-4 പേരുണ്ട്. അങ്ങനെ അവർ തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ ഒരു സങ്കേതമുണ്ട്, അവിടെ ആരും വരില്ല, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടം. അവിടെ ചെന്ന് പകലവർ വിശ്രമിച്ചു. രാത്രി ഇതുപോലെ അർദ്ധരാത്രി കഴിഞ്ഞ് പാതിരാത്രിയായപ്പോൾ അവരെ കെട്ടഴിക്കാൻ പരിപാടിയിട്ടു. ഇനി ആ സ്വർണ്ണ വിഗ്രഹം അടിച്ച് ഞളക്കി പുളുക്കി അതിന് വിൽക്കണമല്ലോ, ഇതങ്ങനെ കൊണ്ടുചെല്ലാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ കെട്ടഴിച്ചു. കെട്ടഴിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരാൾ വരുന്നു. സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള സാക്ഷാൽ കാനനവാസൻ, ശബരിമല ശ്രീ ധർമ്മശാസ്താവ്. അദ്ദേഹമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, മേലോട്ട് വരുന്നത്, ആ ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന്. വലുതായിട്ടുള്ള പ്രഭാപൂരം, ഭഗവാനല്ലേ വരുന്നത്. ഇവരെല്ലാവരും പുറകോട്ട് മലച്ചു വീണു. ചിലർ തല ചെന്ന് അവിടെ ചുമരും പിടിച്ചു, ചിലർ ബോധം കെട്ടു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് ഒന്നൊന്നനായിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു, സമസ്താപരാധങ്ങൾ പൊറുക്കണേ, ക്ഷമിക്കണേ, ഞങ്ങൾ അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം, ഞങ്ങളൊന്നും ചെയ്യരുത്, ശപിക്കരുത്, ഞങ്ങളെ കോക്കാമാരാക്കി മാറ്റരുത് എന്നൊക്കെ പറഞ്ഞു അവർ. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിളി കേട്ടപ്പോൾ തന്നെ പകുതി ജീവൻ തിരിച്ചു കിട്ടി, പോയ ജീവൻ തിരിച്ചു വന്നു. എനിക്ക് കുറച്ച് വെള്ളം തരൂ. തണ്ണിയല്ല, വെള്ളം. അവർ വേഗം പോയിട്ട് കുറേ വെള്ളം കൊണ്ടു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേർത്ത് പോയി. നിങ്ങളതിനെ ചാക്കിനകത്ത് കയറ്റിയിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ വഴിയിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചു, എനിക്ക് തന്നില്ലല്ലോ. ഏതായാലും വെള്ളം കുറേ കുടിച്ചു. നിങ്ങൾ അവിടെ ഇരിക്കൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫ്രണ്ട്സ്,
അവിടെ ഒരു കുറുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് അയാളുടെ പേര് പറയാൻ പേടിയാണ് കേട്ടോ ഇപ്പോഴും. കുറുപ്പ് എന്നാണ് പറയുക, ഉപകുറുപ്പ് എന്നാണ് പറയുക, ഉപേന്ദ്രക്കുറുപ്പ് എന്നൊക്കെയാണ് പറയുക. മുഴുവൻ പേര് ഞാൻ പറയുന്നില്ല, എനിക്കും പേടിയാണ്. ഇനി ഇവിടെ വന്ന് പിടിച്ചു കൊണ്ടുപോയാലോ. ഇവരൊക്കെയും കൂടി നിങ്ങളൊന്നും കള്ളന്മാരല്ല കേട്ടോ. നിങ്ങളേറി വന്നു കഴിഞ്ഞാൽ ഞാനെന്ന വിഗ്രഹത്തെ ഉടച്ച് പല സ്വർണ്ണപ്പിടിയിലും കൊണ്ടു കൊടുക്കും, അവിടെ അവസാനിച്ചു. പക്ഷെ ഇവർ അതിനകത്തിട്ട് പൂട്ടിയിട്ട് എൻ്റെ പേരും പറഞ്ഞ് കോടികൾ അടിച്ചു മാറ്റിയ മഹാകള്ളന്മാരാണ് കേട്ടോ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പകല് മുഴുവൻ ഇവരന്മാരെ അതിൻ്റെ ചുറ്റുമുണ്ട്. അവരെ കണ്ടരര്, കുണ്ടരര്, കിണ്ടരര്, ചിണ്ടരര്, പണ്ടരര് കുറേ എണ്ണം അതിനകത്തുണ്ട്. പുറത്ത് പോലീസുകാരാ, ദൈവത്തിൻ്റെ പോലീസുകാർ. എനിക്ക് ശ്വാസം വിടാൻ കഴിയില്ല. തലയിൽ കൂടെ കളഭം ഒഴിക്കുക, ചന്ദനം ഒഴിക്കുക, പാലൊഴിക്കുക, വെള്ളം ഒഴിക്കുക, കുറേ മൂക്കിൽ കയറിപ്പോകും. എനിക്കിങ്ങനെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. മൂക്കിന് തുടയ്ക്കാൻ പറ്റുമോ? ചുമയ്ക്കാൻ പറ്റുമോ? കഷ്ടപ്പെട്ടു മക്കളെ. കാല് രണ്ടും കൂട്ടിക്കെട്ടിയിരിക്കുക, കക്കൂസയിൽ ഇരിക്കണ പോലെ ഇരിക്കണം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എണീറ്റ് നിന്നാൽ നാട്ടുകാർ പറയും ദൈവമല്ലെന്ന് പറയും. എന്നിട്ട് കാലിങ്ങനെ കുന്തുകാലം ഇരുന്നിട്ട് കാലിങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അവർ. ഞാൻ കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ വെള്ളം പുറത്തേക്ക് പോകാനൊരു ഓവുചാലുണ്ട്, അതിൽ കൂടെ പോകാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ ആ ഓവുചാല് ചെറുതാണ്, അതിനകത്ത് ക്ലീൻ ചെയ്യാത്ത കാരണം ആകെ കുളവളായിട്ട് കിടക്കുകയാണ്. അപ്പം അതും പറ്റില്ല. ആ സമയത്താണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്കറിയാമോ, എൻ്റെ പേരിൽ എൻ്റെ ശ്രീകോവിലേക്ക് ഇട്ട് തരുന്ന നാണയത്തുട്ടികൾ, നോട്ടുകെട്ടുകൾ, സ്വർണ്ണ ചെയിനുകൾ, മാലകൾ, ഇതെല്ലാം അവിടെ എന്നെ പൂജിക്കുന്നവനെന്ന് പറയുന്നവനുള്ളതാണെന്ന്, എനിക്കുള്ളതല്ല. എൻ്റെ പേരിൽ നടത്തുന്ന ബോർഡ് ദേവസ്വം ബോർഡിനുള്ളതല്ല. എന്നും വൈകുന്നേരം അവൻ ഈ നാണയത്തുട്ടുകൾ പിറക്കി ഒരു കുട്ടിച്ചാക്കിലായിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് 3 പങ്കുവയ്ക്കും. അതിലൊന്നും അവിടുത്തെ ഈ കണ്ടര് കുണ്ടര് തന്ത്രികളുണ്ടല്ലോ, അവർക്കൊരു ചാക്ക്. ദേവസ്വം ബോർഡിൻ്റെ ആളുകൾക്കൊരു ചാക്ക്, ദേവസ്വം ബോർഡിനല്ല. ബാക്കിയുള്ള ചാക്ക് അവനവന് അന്നന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അകത്തുള്ള പൂജയ്ക്ക് ഷീട്ടാക്കുന്ന പരിപാടിക്ക് അപ്പുറം പുറത്ത് സ്പെഷ്യൽ ഷീട്ടാക്കിയിട്ട് അങ്ങനെ. ഇതും കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പോയി എൻ്റെ പേരും പറഞ്ഞ് എന്നെ ഒപ്പം ആവാഹിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു വിഗ്രഹവും വെച്ച് ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പനില്ല, ഇതിനകത്ത് അയ്യപ്പൻ ഞാൻ കൂടെ കൊണ്ടുവന്നിരിക്കുക എന്ന് പറഞ്ഞ് അവിടെ പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയോ 20 ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട്. 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം രൂപ വരെ അവിടെയുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ പേരിലാണ്. ഒരിക്കൽ അവിടെ ഉണ്ടായിരുന്ന പെട്ടിക്കകത്ത് 8 ലക്ഷം രൂപയാണ് പൂതലിച്ചു പോയത്. എടുത്ത് കളഞ്ഞു, കണക്കിലൊന്നും പെടുത്തിയിട്ടില്ല. വേറൊരിക്കൽ നിവേദ്യം എന്നും പറഞ്ഞ് മറയൂർ എവിടുന്നോ കൊണ്ടുവന്ന് നല്ലതല്ലാത്ത ശർക്കര, നല്ല ശർക്കര കിട്ടണമെങ്കിൽ മറയൂർ പോകണം, അന്തസ്സുള്ള ശർക്കര കിട്ടണമെങ്കിൽ. അവർ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശർക്കര ഉണ്ടാക്കുക. എവിടുന്നോ കൊണ്ടുവന്ന് 3-ാം തരം 4-ാം തരം ശർക്കര ഇവിടെ കൊണ്ടുവന്ന് പൂത്തി വെച്ചു. അതിന് അരവണയാക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ നിറച്ച് കുളുകുളു പുഴുക്കൾ. എന്തു ചെയ്യും? ആ സമയത്ത് അതിലൊരുത്തൻ ഈ ഉപക്കുറിപ്പ് വന്ന് എന്താ പറഞ്ഞാറിയോ, അത് ആരോടും പറയാൻ പോണ്ട, അത് ചൂടുവെള്ളത്തിൽ കണ്ടിട്ട് എന്നിട്ട് അരിച്ചെടുത്താൽ മതി പറഞ്ഞു. ആ പുഴുക്കളെയും എല്ലാം കൂടിയിട്ട് ഈ കൊഴുകൊഴുന്നിനായിട്ടുള്ള ശർക്കര എടുത്ത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആ തിളച്ച വെള്ളം അരിപ്പ വെച്ചിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയായി
പുഴുക്കൾ അടക്കമുള്ള സാധനമായി പറയുന്നു. പുഴുക്കളൊക്കെ അതിനകത്ത് ലയിച്ച് ചേർത്ത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പൊട്ടിക്കരയാൻ കഴിയുമോ? കഴിയില്ല. ഭഗവാൻ പൊട്ടിക്കരഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? ഉടനെ പ്രശ്നം വെപ്പുകാർ വരും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എന്നിട്ടും പറയും ഞാനിത് അവതരിക്കുന്നു എന്നും പറഞ്ഞ് അവിടെ പൊന്നമ്പലമേടുന്നൊരു സ്ഥലമുണ്ട്. പുൽമേട് വഴിക്ക് ചെന്നാൽ കാണാവുന്ന സ്ഥലമാണത്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഗോപിനാഥൻ നായർ ഒരാളെ വിളിച്ചിട്ട് വലിയൊരു ചെമ്പ് കിടാരത്തിൽ കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിക്കും, ചാക്കുകൊണ്ട് മൂടും, പിന്നൊന്ന് കത്തിക്കും, ചാക്കുകൊണ്ട് മൂടും, പിന്നൊന്ന് കത്തിക്കും, ചാക്കുകൊണ്ട് മൂടും. അപ്പോൾ ഇവിടെ ഇരുന്നൊരു തൊള്ളപ്പറം വിളിച്ചു പറയുന്നതോ ഇപ്പം ഇതാ വന്നു, ഉടനെ തന്നെ ഇവിടെ ലഹളമയം. ഞാൻ ചെവി പൊത്തിയിരിക്കും. ആ ഡ്രാമയും നാടകവും എൻ്റെ പേരിൽ നടത്തുന്നുണ്ട് ഈ കള്ളന്മാർ. ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സ് തളർന്നു പോയി മക്കളെ. ആ സമയത്ത് എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു. എൻ്റെ പിതാവിനോട്, സാക്ഷാൽ മഹാദേവനോട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു പിതാവേ? ഇങ്ങനൊരു ഗുദാമിൽ വന്ന്, ഈ കാടിനകത്ത് വന്നൊരു ഗുദാമിനകത്ത് വന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ? അദ്ദേഹം പറഞ്ഞു, സമയം വരും, അന്ന് നിന്നെ രക്ഷിക്കാൻ ആളുകൾ വരും. ആ ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് എന്നെ രക്ഷപ്പെടുത്തിയതിന് എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഈ വിഗ്രഹമല്ല ഞാൻ പരമമായ സത്യമാണ്, തത്വമാണ്. 4 തത്വത്തിൻ്റെ സമ്മിളിത ഭാവമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ഭഗഗുണങ്ങൾ 6 ഐശ്വര്യം, വീര്യം, കീർത്തി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം. 4 തത്വങ്ങൾ. ഇതിൻ്റെയൊക്കെ സമ്മിളിത രൂപമാണ് ഞാൻ. ഈ ഇരിക്കുന്നത് സ്വർണ്ണ വിഗ്രഹമാണ് മക്കളെ. സന്തോഷമായിട്ട് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എന്നെ മോചിപ്പിച്ചതിന് നിങ്ങൾക്ക് ഞാൻ സ്തുതി പാടുകയാണ്. ഞാനിതാ പോകുന്നു. നിങ്ങൾ സന്തോഷമായിട്ട് ഈ വിഗ്രഹം അടിച്ച് പരത്തി ഞളക്കി കൊണ്ട് വിറ്റ് സുഖമായിട്ട് ജീവിക്കുക കേട്ടാ. കണിയാപുരം രാമചന്ദ്രനാണ് ആദ്യമായിട്ട് വിഗ്രഹം ഇളക്കി കൊണ്ടുവന്നത്. അത് ചെമ്പുപാളിയും സ്വർണ്ണപ്പാളിയും ഒന്നുമില്ല, വിഗ്രഹം തന്നെ അടിച്ചു മാറ്റിയത്. KPAC തോപ്പിൽ ബാസി സാറിൻ്റെ, തോപ്പിൽ ബാസി സാറാണ് അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും. മഹാൻ, ഭയലേശമില്ലാത്തവൻ, ഡോക്ടറാ, അതാർക്കും അറിയില്ല. അവർ കൂടി തയ്യാറാക്കിയ ഭഗവാൻ കാലുമാറുന്നു എന്ന് പറയുന്ന നാടകം അന്നേ എഴുതി വെച്ചു, ഇതൊക്കെ ഇന്ന് നടക്കുന്നു, അടിച്ചു മാറ്റുമെന്ന്. അപ്പം അത് നടന്നു വരുന്നു. ഇനി എന്തൊക്കെ അവിടെ ഇരിക്കുന്നത് സ്വർണ്ണ വിഗ്രഹം സ്വർണം തന്നെയാണോ, അത് മൊത്തം ചെമ്പാണോ, അതൊന്നും അറിയില്ല. അപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചുള്ളൂ. ഇനി മറ്റേയും കണ്ടുപിടിക്കൊക്കെ എടുക്കുന്നതല്ലേ ഉള്ളൂ. ഏതായാലും നാടകം കളിക്കാൻ പോയ സമയത്ത് അപ്പോഴുണ്ട് കുറേ ഹിന്ദുത്വവാദികൾ. അവർ കല്ലെടുത്തെറിഞ്ഞു, മരക്കമ്പെടുത്തെറിഞ്ഞു, ഒരാൾ വെട്ടുകത്തി എടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെയുള്ള ജോൺസൺ മാഷ്ടെ കാല് മുറിഞ്ഞു. അദ്ദേഹം ബോധം കെട്ട് വീണു. ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴും ശബരിമല വെച്ച് കളിക്കുകയാണ്. ഒരു മുസ്ലിം ദേവാലയത്തിനൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ച് LDF വരുമോ, UDF വരുമോ, മുസ്ലിം ലീഗ് വരുമോ? സമ്മതിക്കില്ല. അതവിടെ അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ആ പള്ളിയുടെ കാര്യം അന്വേഷിക്കാൻ പണ്ഡിതന്മാരുണ്ട്. അവർ ആ പ്രശ്നത്തെ പുറത്തേക്ക് വലിച്ചെറിയില്ല. പ്രശ്നത്തെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തിന്നാനിട്ട് കൊടുക്കില്ല. അവർ പറഞ്ഞത് മാത്രം ആയതുകൊണ്ട് തന്നെ ഇപ്പം നടക്കുന്ന ഈ ചെമ്പുപാളി വിവാദം ഞാനത് ശ്രദ്ധിക്കാറില്ല സുഹൃത്തുക്കളെ. കാരണം
കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ചെമ്പ് അങ്ങോട്ട് കൊണ്ടുപോയി, ചെമ്പ് ഇങ്ങോട്ട് കൊണ്ടുപോയില്ല, കൊണ്ടുപോയി ഇത്ര കിലോ, കൊണ്ടുവരാൻ ഇത്ര തരം, കൊണ്ടുവരരുത്. അങ്ങനെ അവരെ അപ്പോഴേക്കും അതിനെ സുവർണാവസരം ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടക്കാൻ പോവുകയാണ് ഇപ്പോൾ അവിടെ. അതിന് പിണറായി വിജയനാണ് കട്ടത്. അതല്ല ഇതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും കട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഒരു കുണ്ടലർ പറഞ്ഞു ഞാനിത് പുറത്ത് കൊണ്ടുവരരുത് പറഞ്ഞു. അപ്പോൾ അടുത്ത കുണ്ടലർ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആകെ മൊത്തം ടോട്ടലായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എൻ്റെ തല പുണ്ണാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വല്ല ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം വന്നാൽ ഉടനെ ഞാൻ മാറ്റി വല്ല ദിലീപിൻ്റെ വല്ല സിനിമയുണ്ടോ നോക്കും. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതെ കേട്ടോ. നമസ്കാരം.